ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞാനൊന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കി. അപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടെ ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണേ. എൻ്റെ ഈ കൈയുടെ അപ്പുറത്തുണ്ടല്ലോ ഒരു സർപ്രൈസ് ഉണ്ട്. അത് നാളെ വൈകുന്നേരം 5 മണിക്കത്തെ വ്ളോഗിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും കൺമണി എൻ്റെ അടുത്ത് പാസ്ത ഉണ്ടാക്കി തരുമോ എന്ന് ആവശ്യപ്പെട്ടു. കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ പാസ്ത ഉണ്ടാക്കുന്നത്. ഈ പാസ്തയൊക്കെ എവിടെ വെച്ചിരിക്കുന്നതൊക്കെ അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. എന്നിട്ട് എനിക്ക് എടുത്തു തന്നു. അതിനുശേഷം അതൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചു കേട്ടോ തിരിച്ച്. അതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ ട്രിപ്പിലാണേ. അപ്പോൾ ഇന്ന് താലിപ്പട്ടൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ താലിപ്പട്ടും ചട്നിയും കഴിച്ചു. പിന്നെ കൺമണിയുടെ സ്റ്റഡി ടൈമായിരുന്നു. കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഇപ്പോൾ ആദ്യം തിങ്കളാഴ്ച ആയല്ലോ. അങ്ങനെ നമ്മൾ അവളുടെ ക്രാഫ്റ്റിലുണ്ടായിരുന്ന അവളുടെ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പാസ്തയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. കൺമണി പാസ്ത കഴിക്കായിരുന്നു. അശ്വന്താ മലന്ന് കിടന്നിട്ടൊരു ഇംഗ്ലീഷ് ഫിലിം കാണാൻ കേട്ടോ. എനിക്കത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അവരെന്ത് വെച്ചാൽ കണ്ടോട്ടെ എന്ന് വെച്ചാൽ ഞാൻ നേരെ റൂമിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.